الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم قالوا هرقوه وانصروا آلهتكم إن كنتم فاعلين قلنا يا نار كوني برا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോട് പിന്നീട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ മഹത്വവും അതിന്റെ പൊരുളറിഞ്ഞ് നെഞ്ചേറ്റുന്നവർക്ക് റബ്ബിൽ നിന്നുള്ള രക്ഷയും, ലാ ഇലാഹ ഇല്ലല്ലാഹിന് എതിരായി ശിർക്കിൽ ശഠിച്ചു നിൽക്കുന്ന ആളുകൾ, അഹങ്കാരത്തോടെ നിലകൊള്ളുന്നവർ, അവർക്ക് റബ്ബ് വരുത്തുന്ന നാശവും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിർക്കിന്റെ ആളുകളായി നിൽക്കുന്നവർക്ക് അല്ലാഹു ജലപ്രളയത്തിലൂടെയും കൊടുങ്കാറ്റിലൂടെയും ഘോര ശബ്ദത്തിലൂടെയും ശിക്ഷ ഇറക്കിയത് കഴിഞ്ഞ ഖുതുബകളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൊരുളറിഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് അത് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന വിധം ജീവിതത്തെ പരിപൂർണമായി അതനുസരിച്ച് ക്രമീകരിക്കാൻ പറ്റുന്ന വിധം ലാ ഇലാഹ ഇല്ലല്ലാഹയെ നെഞ്ചേറ്റണം. അല്ലാഹു എല്ലാ ശർറുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കലിമത്ത് തൗഹീദിന്റെ മഹത്വവും ശക്തിയും കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രബോധന സന്ദർഭം. അദ്ദേഹം സ്വന്തം പിതാവിനോടും നാട്ടുകാരോടും ഭരണകൂടത്തോടുമെല്ലാം ആരും കൂടെയില്ലാതെ, ഒരാളുടെ പിന്തുണയുമില്ലാതെ തനിച്ച് റബ്ബിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണമെന്ന് അവരോട് പറഞ്ഞു. അവർ അധികാരത്തിന്റെ ഗർവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും, എപ്പോഴും അധികാരവും സമ്പത്തും ശിർക്കിന്റെ കൂടെയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, അധികാരവും സമ്പത്തും പദവികളും ശിർക്കിന്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇബ്രാഹിം നബിയുടെ പ്രബോധനത്തിൽ സഹികെട്ട ആ സമൂഹം തീരുമാനമെടുക്കുന്നത് സൂറത്ത് അംബിയായിലെ 68, 69, 70 വചനങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഖാലൂ, ആ ജനത പറഞ്ഞു, ഹർരിഖൂ,
ഇബ്രാഹീമിനെ നിങ്ങൾ ചുട്ടരിക്കുക. വൻസുറു ആലിഹത്തക്കും, അതുവഴി നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കുക. ഇങ്കുന്തും ഫാഇലീൻ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. തീരുമാനം നടപ്പാക്കപ്പെടുകയാണ്. ആ രംഗം ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എന്റെ വസിയത്ത് കൂടിയാണ്. ആ രംഗം ശരിക്ക് പഠിച്ചാൽ നമുക്കതിന്റെ പൊരുള് കൃത്യം പിടികിട്ടും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ടി മുൻകൂട്ടി തന്നെ വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിരുന്നു. അതിലേക്ക് അവർ വലിച്ചെറിയാൻ പോകുന്ന സന്ദർഭത്തിൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി അത് വിശദീകരിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മുമ്പിൽ അമ്പിയാക്കൾക്ക് വഹി നൽകുന്നത്, സന്ദേശം നൽകുന്നത് ജിബ്രീലാണ്. പല ഘട്ടത്തിലും ജിബ്രീൽ അമ്പിയാക്കളുടെ അടുത്ത് വരാറുണ്ട്. ഏത് വരവും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ സാധ്യമാവുകയുമില്ല എന്ന് നമുക്കറിയാം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറയുന്നു, അടുത്ത നിമിഷം ഈ ദുഷ്ടന്മാർ താങ്കളെ ഈ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയും. എന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം താങ്കൾക്കുണ്ടോ? എന്റെ സഹായം ആവശ്യമുണ്ടോ? നേരെ മുന്നിൽ നിന്ന് ഇബ്രാഹിം നബിയോട്. ഇബ്രാഹിം നബി മലക്കിനോട് സഹായം ചോദിച്ചതല്ല, വിളിച്ചതല്ല. റബ്ബിന്റെ അനുമതി പ്രകാരമാണ് മലക്കിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഒന്ന് പറയാണ്, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അമാലക ഫല, ഇല്ല, താങ്കളിൽ നിന്ന് ഒരു സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മാത്രം മതി, അവനാണ് ഏൽപ്പിക്കാൻ പറ്റിയ ഉത്തമൻ. വളരെ ശ്രദ്ധിക്കണം. ഞാനതാണ് വസിയത്താണെന്ന് പറഞ്ഞു. ചില വിഷയങ്ങളിൽ വരുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ഇത് ഉപകരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മലക്കിനോട് സഹായം തേടിയില്ല. മുന്നിൽ വന്നപ്പോൾ ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്ത സഹായവും നിരസിച്ചുകൊണ്ട് പറഞ്ഞത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്നാണ്. എന്റെ റബ്ബാണ് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഉത്തമൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം നബി എങ്ങനെ നെഞ്ചേറ്റി എന്ന് അല്ലാഹ് പരീക്ഷിക്കുകയാണ്. കാരണം ജിബ്രീലിനെ അയക്കണം അല്ലല്ലേ, ജിബ്രീലിന് സന്തോഷത്തിന് വരാൻ കഴിയില്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കണം. ഉടനെ ഉത്തരമുണ്ടായി, ഇബ്രാഹിം. റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറയുന്നു, നാം പറഞ്ഞു, യാനാർ അല്ലയോ തീയെ, കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കുളിർമയും രക്ഷയുമായി തീരുക. തീക്ക് കരിക്കാനുള്ള ശക്തി നൽകിയ റബ്ബുൽ ആലമീനായ തമ്പുരാൻ അസാധാരണമായി ഇടപെടുന്നു, പ്രകൃതിക്ക് വിരുദ്ധമായി ഇടപെടുന്നു. തീയിന്റെ സ്വാഭാവിക രീതി വസ്തുക്കളെ കരിക്കുക എന്നതാണ്. മലക്കിന്റെ സഹായം തേടിയില്ല, ഒരാളെ സഹായം തേടിയില്ല, അല്ലാഹ് മാത്രം മതി എന്ന് പറഞ്ഞു. അല്ലാഹ് തന്നെ ഇതാ സഹായിക്കുക. അല്ലാഹ് പറഞ്ഞ കൊല്ല, നാമാണ് പറഞ്ഞത്, യാനാർ അല്ലയോ തീയെ, കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കുളിർമയും അതുപോലെ തന്നെ രക്ഷയും ആയി തീരുക. തണുപ്പ് കൂടിയാലും രക്ഷക്ക് വിരുദ്ധമായി തീരുമെന്ന് പ്രത്യേകം ഓർക്കുക. ഇവിടെ ഇബ്രാഹിം നബിയുടെ ഒരു രോമം കരിയാതെ ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ് ജനത കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയുന്നു, ആ ജനത ഇബ്രാഹിം നബിക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ആ ജനതയെ ഏറ്റവും നഷ്ടകാരികളായി നാം ആക്കി തീർത്തു.
ശിർക്കിന്റെ ആളുകളെ നഷ്ടകാരികളാക്കുന്നു. തൗഹീദിന്റെ ആളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ വിധത്തിൽ മനസ്സിലാക്കി പ്രഖ്യാപിക്കുന്നവരെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു. ഇതിൽ ഏറെ ഗുണപാഠങ്ങളുണ്ട് നമുക്ക്. പിന്നെ വാക്കുതർക്കങ്ങളും ഭാഷാ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ട് ഇതിനെതിരെ ഒരാളെയും നമുക്ക് വഞ്ചിക്കാനാവില്ല. അപകടമാണത്. നമ്മൾ ശരിക്കും അള്ളാന്റെ ഖുർആനിൽ നിന്ന് പ്രവാചകന്റെ ചര്യയിൽ നിന്ന് ദീൻ പഠിച്ചാൽ മതി. ഫത്വകൾ തേടിപ്പോയാൽ, പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കാൻ ശ്രമിച്ചാൽ വഴികേടിൽ ഉൾപ്പെടും. തൗഹീദ് തന്നെ പൊളിഞ്ഞു പോകുമെന്ന് എന്റെ സഹോദരങ്ങളോട് വസിയത്തായി ഞാൻ സൂചിപ്പിക്കാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അധികാരം എപ്പോഴും ശിർക്കിന്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ പേര് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്രൂദ് എന്നാണ്. ഖുർആനിൽ ആ പേരില്ല. ഖുർആനിൽ ആ പേര്, ആളുടെ പേര് പറയുന്നില്ല. ഒരൊറ്റ ആയത്തെ ഭരണാധികാരിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആനിൽ വന്നിട്ടുള്ളൂ. സൂറത്ത് അൽ ബഖറയിലെ 258 ആയത്താണത്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, നീ കണ്ടില്ലേ അള്ളാന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കം നടത്തിയ ആളെ നീ കണ്ടില്ലേ? അന്നതാഹുല്ലാഹുൽ മുൽക, അവന് നാം രാജാധികാരം നൽകി. അതിന്റെ ഹുങ്കിലാണ് റബ്ബിനെ കുറിച്ച് ഇബ്രാഹിം നബിയോട് അദ്ദേഹം തർക്കം നടത്തിയത്. ഇത് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹീ വയുമീത്, അദ്ദേഹത്തോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖാല, ആ കാലഘട്ടത്തിലെ ഭരണാധികാരി പറഞ്ഞു, അന ഉഹീ വ ഉമീത്, ഞാനും അത് ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അത് ചെയ്യുന്നുണ്ടല്ലോ. ഒരു റബ്ബായി അഭിനയിക്കുകയാണ്. എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുമ്പോൾ ഇറാഖിന്റെ ഭരണാധികാരി പറയുന്നു, ഞാനും ആളുകളെ 2 തടവുളികളെ കൊണ്ടുവരാൻ പറഞ്ഞു. 2 തടവുളികളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാളെ കഴുത്ത് വെട്ടാൻ പറഞ്ഞു, മറ്റാളോട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു. കേട്ടാ, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു അള്ളാവാനുള്ള, റബ്ബാവാനുള്ള ഒരു ഗർവ് കാണിച്ചു. ഖാല ഇബ്രാഹിം, ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി പറഞ്ഞു, ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ്, അല്ലാഹു സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ അല്ലാഹു ചെയ്യുന്നൊക്കെ നിനക്ക് പറ്റുമെങ്കിൽ പടിഞ്ഞാറ് നിന്നൊന്ന് സൂര്യനെ കൊണ്ടുവാ നീ. വബുഹിത്തല്ലദീ കഫറ, ആ സത്യം നിഷേധിക്കേ മുട്ടിപ്പോയി, വർത്തമാനം പറയാൻ പറ്റാതെ പറ്റിപ്പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു അക്രമികളായ ആളുകളെ ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തി എന്തായി? അഗ്നിയുടെ ചൂട് കെടുത്താൻ കഴിയും, തീയിന്റെ ചൂട് കെടുത്താൻ കഴിയും. അത്ര അത്ഭുതങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചേറ്റവർക്ക് റബ്ബുൽ ആലമീനായ തമ്പുരാൻ കാണിക്കുന്നത്. ഈജിപ്തിന്റെ ഭരണാധികാരി ഫിറഔനെ കുറിച്ച് ഏറെ സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. പേര് പറഞ്ഞുകൊണ്ട് അനേകം സ്ഥലങ്ങളിൽ. നമ്രൂദിന്റെ പേര് പറഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് അഹങ്കാരിയായ ഭരണാധികാരിയുടെ പേര് അനേകം സ്ഥലത്ത് പറയുകയും അവന്റെ അനേകം ധിക്കാരങ്ങളും ഗർവുകളും അഹങ്കാരങ്ങളും, ഞാനാണ് റബ്ബ്, അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് അഹങ്കരിച്ചവനാണ്. ഞാനല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്കില്ല, ഞാൻ ഇലാഹും റബ്ബുമാണെന്ന് വാദിച്ചവനാണ്. ആ മനുഷ്യനെയാണ്, അദ്ദേഹത്തിന്റെ ജനതയാണ് മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത്. ദീർഘകാലത്തെ പ്രബോധനത്തിന് ശേഷം എല്ലാവരെയും ഫിറഔനും കൂട്ടരും നശിപ്പിക്കുമെന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നീ ബനീ ഇസ്രായേലുകളുമായി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. അങ്ങനെ അവര് രക്ഷപ്പെടുകയാണ്, പലസ്തീനിലേക്ക് പോവുകയാണ്. പക്ഷേ അറിഞ്ഞ ഫിറഔനും സൈന്യവും പിന്നാലെ വന്നു. മുന്നിൽ ഇളകി മറിയുന്ന കടൽ, പിന്നിൽ
ഫിറൗനും സൈന്യവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി അറിഞ്ഞു വെക്കണം നിങ്ങൾ. ഫലമ്മാ തറഅൽ ജമ്മാനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. രണ്ട് സംഘങ്ങളും കൂട്ടിമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമക്കും അനുയായികൾക്കും കടന്നു പോകാൻ കഴിയുന്നില്ല, കടലാണ്. പിന്നിൽ നിന്നും തിരമാല പോലെ തന്നെയാണ് ആയുധധാരികളായ ഫിറൗന്റെ സൈന്യവും ഫിറൗനും വരുന്നത്. അപ്പോൾ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ ആപത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മൂസാ. ഖാല, മൂസാ നബി പറഞ്ഞു, കല്ല, അങ്ങനെ പറയരുത്. ഇന്ന മഈ റബ്ബീ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന് പറയാൻ പറ്റുന്ന, എന്റെ കൂടെ റബ്ബുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് ഞാൻ വിളിക്കുക? ആരോടാണ് സഹായത്തേട്ടം നടത്തുക? എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന് പറയാൻ പറ്റുന്ന വിശ്വാസത്തിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് നമ്മൾ മടങ്ങാത്തതിന്റെ ദോഷമാണ് ഈ കുതൂഹലങ്ങളും കോലാഹലങ്ങളും നമ്മൾ കാണുന്നത്. വളരെ ശ്രദ്ധിക്കുക. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ നമുക്കൊരു വഴി കാണിച്ചു തരും. ഫൗഹൈനാ ഇലാ മൂസാ അൻ അദ്രിബ് ബിഅസാകൽ ബഹർ. അല്ലാഹു പറയുന്നു, നാം മൂസക്ക് ബോധനം നൽകി, നിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുക. ഫംഫലക, സമുദ്രം രണ്ടായി പിളർന്നു മാറി. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, കല്ല് വെട്ടി നിർത്തിയ പോലെ. നമ്മൾ ഈ ചുരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? റോഡിന് വേണ്ടി മല വെട്ടി റോഡ് ഉണ്ടാക്കുമ്പോൾ രണ്ടു വശത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതിൽ പിന്നെയും സംശയമുള്ളതുകൊണ്ടാണ് പിന്നെ അതിന് സുരക്ഷത്തിന് വേണ്ടി കുതിരാനിലൊക്കെ നമ്മൾ കാണുന്നില്ലേ? അത് ആ സമുദ്രം, വെള്ളം കല്ലുമല നിൽക്കുന്ന പോലെ നേരെ നിന്നു. നടുവിൽ വീതിയുള്ളൊരു വഴി വിട്ടിട്ട് ഈ വെള്ളം ഇങ്ങോട്ടും, വെള്ളത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, നമുക്കറിയാലോ. അല്ലാഹ് നിർത്തിയതാണ്. കത്തൗദിൽ അലീം വഅസ്ലഫനാ ഫമ്മൽ ആഖരീൻ. മൂസാ നബിയും അനുയായികളും കടന്നുപോയതിനു ശേഷം ഫിറൗനെയും കൂട്ടരെയും അങ്ങോട്ട് അടുപ്പിച്ചു. വഅൻജൈനാ മൂസാ വമഅഹു അജ്മഈൻ, മൂസാ നബിയെയും കൂടെയുള്ളവരെയും മുഴുവൻ നാം രക്ഷപ്പെടുത്തി. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ, ഫിറൗനെയും കൂട്ടരെയും നാം ആ സമുദ്രത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. ഇതും സാധാരണ സംഭവം അല്ല. ഇതും ഒരു കടൽ പിളർന്ന് ഉണങ്ങിയ വഴിയായി തീരുക എന്നത് അസ്വാഭാവികമാണ്, അസാധാരണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചേറ്റിയവരെ അസാധാരണമായി സഹായിക്കാൻ, സാധാരണ സഹായിക്കാനും കഴിയും. അല്ലാഹുക്ക് അസാധാരണമായും സഹായിക്കാൻ കഴിയും. മറ്റോരിറങ്ങിയപ്പോഴോ ആ കടലുകൾ കൂട്ടിയോജിപ്പിക്കാൻ പറഞ്ഞു. ആ കടൽ കൂടി അതിൽ മുങ്ങി മരിക്കുകയും ചെയ്തു. ഇത് ഖുർആൻ പരിശുദ്ധ, ഇത് കഥയല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ. ഇത് ശുഅറാ 61 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് നിങ്ങൾ കേട്ടത്. ചരിത്രം അതാണ്. ഏത് ശക്തിയെയും തകർക്കാൻ അല്ലാഹുവിന് കഴിയും. ശിർക്കിന്റെ വാഹകരായി തീരുന്ന എത്ര വലിയ സമ്പന്നരായിക്കോട്ടെ, എത്ര വലിയ അധികാരികളായിക്കോട്ടെ, അവരെ ഒന്നുമല്ലാതാക്കാൻ അവർ ശിർക്കിന്റെ ആളുകളാണെങ്കിൽ, അതുപോലെ ആരും ഇല്ലെങ്കിൽ പോലും അള്ളാഹുവിന് തൗഹീദ് നെഞ്ചേറ്റിയവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടവരെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയും. ആ റബ്ബിന്റെ രക്ഷയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറ്റാരെങ്കിലും വന്ന് രക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും. സഹായമെന്ന വാക്ക് റബ്ബിനോട് ചേർത്ത് മാത്രം ഉപയോഗിക്കുക. അല്ലാഹു എല്ലാ രണ്ട് ലോകത്തും അല്ലാഹു നമ്മളെ സഹായിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله. اللهم صل على محمد وعلى آل محمد
അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഫിറൗന്റെയും കൂട്ടരുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും അവർ കൊട്ടാരങ്ങളിൽ സുഖാഡംബരങ്ങളിൽ കഴിഞ്ഞവരാണ്. പാർക്കുകൾ ഉണ്ടാക്കി, അരുവികൾ ഒഴുക്കി, അതിൻ്റെ വക്കത്തിരുന്ന് ആനന്ദിക്കുകയും ആർമാദിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു അവര്. അവരെയാണ് അള്ളാഹു കടലിലേക്ക് അടുപ്പിച്ചതും അവസാനം കടലിൽ അവരെ മുക്കി നശിപ്പിച്ചതും. അള്ളാഹ് പറയാണ് അവരെ പറ്റി, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്ര തോട്ടങ്ങളും എത്ര അരുവികളുമാണ് അവർ വിട്ടുപോയത്. എന്തൊരു സുഖസമൃദ്ധിയിലാണ് അവർ ജീവിച്ചിരുന്നത്. എത്ര തോട്ടങ്ങളാണ് അവർ വിട്ടുപോയത്. എത്ര എത്ര കൃഷിയിടങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഓ മഖാമിൻ കരീം, വളരെ സുന്ദരമായ രമ്യഹർമ്മങ്ങൾ കൊട്ടാരങ്ങളിലായിരുന്നുവല്ലോ അവർ പാർത്തത്. അതും വിട്ട് അവർ പോയല്ലോ. അവര് ആർമാദിച്ചു കൊണ്ടിരുന്ന എന്തെല്ലാം സുഖ സൗകര്യങ്ങളായിരുന്നു, അതും വിട്ടല്ലേ അവര് പോയത്. അപ്രകാരം നാം അതെല്ലാം മറ്റൊരു ജനവിഭാഗത്തിന് അനന്തരമാക്കി കൊടുത്തു. എന്നിട്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഫമാ ബഖത് അലൈഹിം സമ. ഈ കാഴ്ച കണ്ടിട്ട് കൊട്ടാരത്തിൽ സുഖിച്ചിരുന്ന, അരുവികളുടെ തീരങ്ങളിൽ ആനന്ദിച്ചു കൊണ്ടിരുന്ന, എല്ലാ സുഖസൗകര്യങ്ങളിലും ആർമാദിച്ചു കൊണ്ടിരുന്ന, ഇതെല്ലാം വിട്ട് കടലിൽ മുങ്ങി മരിക്കാൻ യോഗമുണ്ടായപ്പോൾ ആകാശം കരഞ്ഞില്ല. അത് കണ്ടിട്ടും ആകാശത്തിന് കരച്ചിൽ വന്നില്ല. അല്ലാഹ് പറയാണ്, ഭൂമിയും കരഞ്ഞില്ല. ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്ന് പ്രയോഗിച്ചാൽ ആരും കരഞ്ഞില്ല എന്ന് തന്നെയാണ്. അവർക്കൊരു സാവകാശം നൽകപ്പെടുകയും ചെയ്തിരുന്നില്ല. അഹങ്കാരമാണ് ശിർക്കിൽ ശടിച്ചു നിൽക്കാൻ, അമ്പിയാക്കളെ മുർസലീങ്ങളെ പ്രതിരോധിക്കാൻ, അവര് കൊണ്ടുവന്ന ആദർശത്തെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് കുതന്ത്രങ്ങൾ മെനഞ്ഞ ശക്തന്മാരായ ആളുകളെ ഒന്നുമല്ലാതാക്കി തീർത്തു അല്ലാഹു. അല്ലാഹ് അവരെ പറ്റി പറഞ്ഞെന്താ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും, ആ ആളുകളിലെ അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ യസ്തക്ബിറൂൻ, അഹങ്കാരം നടിക്കും. ഭയങ്കര ദേഷ്യം അത് പറഞ്ഞാൽ. വേറെ എന്ത് പറഞ്ഞാലും അത്ര വിഷമം ഉണ്ടാവില്ല. അള്ളാഹ് മാത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹോട് മാത്രം, അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് മാത്രം സഹായത്തേട്ടം നടത്തുക. അതാണ് തൗഹീദ്. അല്ലാതെ ആരോട് ഈ കാര്യം നടത്തിയാൽ അത് ശിർക്കാണ്, ശിർക്ക് തന്നെയാണ്. പക്ഷേ അഹങ്കാരം കൊണ്ട് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവര് അഹങ്കരിച്ചുകൊണ്ട് പിന്മാറും. എല്ലാ അഹങ്കാരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ശിർക്കിന്റെ എല്ലാ തരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ അകറ്റുമാറാകട്ടെ. അമ്പിയാക്കൾ പഠിപ്പിച്ച പോലെ തൗഹീദിനെ മനസ്സിലാക്കി നെഞ്ചേറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, മരണം സ്വാഭാവികമാണ്. മരിക്കുമ്പോ ശിർക്കിന്റെ അംശം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് വെറുതെ പറയുന്ന വർത്താനമാകരുത്. നമ്മുടെ ഈമാനായി പുറത്തു വരണം. നമ്മുടെ ഈ ഹൃദയത്തിലെ ഈമാനായിട്ട് വാക്കിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറത്തു വരണം. മരണം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പഴയകാല പണ്ഡിതന്മാരെ ഓരോരുത്തരെ അള്ളാഹ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. കേരള ജമിയത്ത് ഉലമയുടെ പ്രസിഡന്റും കേരള നഹ്ദത്തുൽ മുജാഹിദീന്റെ ജനറൽ സെക്രട്ടറിയുമായ
എം മുഹമ്മദ് മദനി ഇന്നലെ രാത്രി മരണപ്പെട്ട വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമുക്കും അള്ളാഹു പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.